സുശീല ചേച്ചിയുടെ വീട്ടിലുണ്ട്, ദാമോദരൻ ചേട്ടന്റെ വീട്ടിലുണ്ട്, മുകളിലത്തെ വീട്ടിലുണ്ട്, താഴത്തെ വീട്ടിലുണ്ട്, അയൽപ്പക്കത്തെ വീട്ടിലുണ്ട്. ഒരു ശ്രീലക്ഷ്മി, ഞാൻ ശ്രീലക്ഷ്മി. നെട്ടൂരാനോടാണോടാ കളി എന്ന് 5 തവണ തെറ്റാതെ പറഞ്ഞുകൊണ്ട് ഞാൻ വരുന്നു എന്റെ നാട് നെട്ടൂരിൽ നിന്ന്. ഇങ്ങനത്തെ നല്ല അടിപൊളി നല്ല ഇൻട്രൊഡക്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ കണ്ടന്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എന്റെ വീടിന്റെ ബെല്ല് ടിങ് ടോങ് എന്നടിക്കുന്നത്. തുറന്നു നോക്കിയപ്പോ ദേണ്ട നിൽക്കുന്നു നമ്മുടെ സഞ്ജു ചേട്ടനെ സച്ചു ചേച്ചി. ഒരു മിനിറ്റ്, അതോ സച്ചു ചേട്ടനെ സഞ്ജു ചേച്ചിയായിരുന്നു? ആരിലും ഒക്കെ ആയിക്കോട്ടെ, അവർ രണ്ടുപേരും വന്ന് നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ ചേട്ടൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വല്യമ്മയുടെ മോനാ. പുള്ളിക്കാരൻ അടുത്തായിട്ട് കല്യാണം കഴിഞ്ഞ ചേട്ടനും ചേച്ചി. അപ്പൊ ഈ വിരുന്ന് കാണൽ ചടങ്ങിന് വേണ്ടി ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നതാ. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ആ ലഡ്ഡു പൊട്ടിയത്. ഞാൻ എന്തുകൊണ്ട് ഇവരുടെ കല്യാണം കണ്ടന്റാക്കിക്കൂടാ? അത്യാവശ്യം നല്ലൊരു കല്യാണമായിരുന്നു അവിടെ നടന്നത്. ഇവരുടെ കല്യാണത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ ഈ മറ്റേ വല്യമ്മ എല്ലാ അമ്മമാരെയും പോലെ ചേട്ടനൊരു പ്രായമായപ്പോഴേ ഉള്ള മാട്രിമോണി സൈറ്റുകളെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടു. സുന്ദരൻ സുമുഖൻ നല്ല ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇത്രയും കാലം നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നിട്ടും തിരിഞ്ഞു നോക്കാത്തൊരു matrimony.com ഉണ്ടായിരുന്നു, bmmatrimony.com. ആർക്കെങ്കിലും അറിയാമോ bmmatrimony.com എന്താണെന്ന്? ബന്ധുമിത്രാദികൾ matrimony.com. ഇത്രേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്യൂ, എല്ലാം ചടപടേ നടത്തൂ. ഇതിന്റെ ഈ മാട്രിമോണി സൈറ്റിന്റെ മോഡസ് ഓപ്പറൻഡി വളരെ സിമ്പിൾ ആണ്. വേറൊരുത്തൻ കുഴി ചാടുന്ന കണ്ടിട്ട് തന്നെ ചെന്ന് കുഴി ചാടൂ, അതല്ല. വേറൊരുത്തന്റെ കല്യാണത്തിന് പോകൂ, സ്വന്തമായി കല്യാണം കഴിക്കൂ. അതാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ എൻ്റെ വല്യമ്മ എൻ്റെ ചേട്ടനെയും കൊണ്ട് 2 കല്യാണത്തിന് തികച്ചു പോകേണ്ടി വന്നില്ല. പേര്, നാള്, ജാതകം എന്തിനു പറയുന്നു. കല്യാണം ആലോചിച്ചേട്ടെന്ന് ചോദിച്ചപ്പോൾ എന്ന് വെച്ചാൽ ഇമോജി വരെ 2 പേരും ഒന്നിച്ച് അത്രയും മാച്ച് ആയ ഒരു ചെക്കനെ പെണ്ണും കണ്ടുപിടിച്ച് ഇവരും കല്യാണം കഴിച്ചു. അപ്പോൾ BM മാട്രിമോണി വഴി ഒരു സക്സസ്ഫുൾ കല്യാണവും കൂടി നടത്തിയ സന്തോഷത്തിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ ഈ കല്യാണത്തിനുണ്ടല്ലോ ഒരു നമ്മുടെ വല്യച്ഛൻ, അതായത് ചേട്ടൻ്റെ അച്ഛൻ ഒരു കൂട്ടുകാരനെ വിളിച്ചിരുന്നു, ഗോപാലൻ ചേട്ടൻ. പുള്ളിക്കാരനെ കുടുംബത്തോടെ വിളിച്ചെങ്കിലും പുള്ളിക്കാരനും ഭാര്യയും മാത്രമേ വന്നുള്ളൂ. അമ്മയോ അച്ഛനെയോ പിള്ളേരെ ഒന്നും കൊണ്ടുവന്നില്ല. അപ്പൊ നമ്മുടെ വല്യച്ഛൻ ചെന്ന് ചേട്ടനോട് ചോദിക്കും, ഗോപാല, സാധനം മാറിപ്പോയി, എന്റെ ഗോപാല, നിന്നോട് കുടുംബത്തെ കൂട്ടിയല്ലേ വരാൻ പറഞ്ഞത്, മക്കളെയും പേരൻസിനെ ഒക്കെ കൊണ്ട്, നീ എന്താ ഒറ്റയ്ക്ക് വന്നത്? എന്റെ ചേട്ടാ, നിങ്ങളുടെ മകന്റെ മരുമോളുടെ സേവ് ദ ഡേറ്റ് ഞാനൊന്ന് എൻ്റെ വീട്ടിലെ TV-യിലിട്ടു. അടുത്ത 3 ദിവസത്തേക്ക് എനിക്ക് എൻ്റെ പിള്ളേരുടെ മുഖത്ത് നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴേ തുണി ഡേഞ്ചർ ലെവലിലായിരുന്നു. ഇനി കല്യാണത്തിന് എന്താവും എന്നുള്ള അവസ്ഥ അറിയാത്തത് കൊണ്ടാണ് മക്കളെ കൊണ്ട് വരാത്തത് അത്രേ. അതാണെന്നേ ഇക്കാലത്ത് സേവ് ദ ഡേറ്റിന്റെ ഒക്കെ ഒരു അവസ്ഥ ഇതാ. പണ്ടൊക്കെ ചെളി പിടിച്ച് നല്ല എന്താ പറയാ ചേറായിട്ട് കിടന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പൊ ലൊക്കേഷൻസാ സേവ് ദ ഡേറ്റ്, എസ്തെറ്റിക് ലൊക്കേഷൻസ്. അവിടെയൊക്കെ ചെന്നാ ഫോട്ടോഷൂട്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ അമ്പലക്കുളത്തൊരു പെണ്ണും ചെക്കനും മുങ്ങിപ്പോകാൻ പോകുന്നുണ്ട്. എൻ്റെ അമ്മൂമ്മയാണെങ്കിൽ നാട്ടുകാരെ എല്ലാം വിളിച്ചു വരും. നാട്ടുകാരെ ഫയർഫോഴ്സിനൊക്കെ വിളിച്ചപ്പോൾ എന്താ സേവ് ദ ഡേറ്റ് ഷൂട്ടിംഗ് നടക്കുമായിരുന്നു. അതിനേലും രസം ക്യാമറാമാൻ 2 മൈൽ അപ്പുറത്ത് ലോങ് ഷോട്ട് എടുക്കുമായിരുന്നു. ആ അമ്മൂമ്മ ഓങ്ങി ഒരെണ്ണം കൊടുക്കാത്തത് വളരെ നല്ലത്. എനിക്ക് തോന്നുന്നു അതവിടെ കൊടുക്കണമായിരുന്നു. ഇച്ചിരി ഇതൊക്കെ പഠിക്കുന്ന നല്ലതാണ്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ? ഈ സേവ് ദ ഡേറ്റ് കാരണം ഒരു തൊഴിൽ തന്നെ മറ്റേ എന്താ പറയുക ഭീഷണിയിലാണെന്ന് പറഞ്ഞാൽ തെങ്ങേറ്റക്കാരുടെ തൊഴിൽ. ഇപ്പൊ സേവ് ദ ഡേറ്റിനൊക്കെ ഒന്നെങ്കിൽ ക്യാമറാമാൻ ഇല്ലെങ്കിൽ ചെക്കനും പെണ്ണും തെങ്ങിന്റെ മുകളിൽ തന്നെയാ ഇറങ്ങുമ്പോൾ 2 തേങ്ങയും കൊണ്ടാണ് ഇറങ്ങുന്നത്. പിന്നെ തെങ്ങേറ്റക്കാരന് മുകളിൽ ചെന്ന് എന്ത് പറിക്കാനാ? മറ്റേ വെള്ളക്കോ, അത് താഴെ വീഴുമല്ലോ, പറിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എൻ്റെ താത്ത സത്യം പറയല്ല, പണ്ടൊക്കെ എന്ത് ഈസി ആയിരുന്നൊരു കല്യാണം. വരച്ചൊരു കല്യാണക്കുറി, ഒരു നിശ്ചയം, കല്യാണം, വേണമെങ്കിൽ റിസപ്ഷൻ, തീർന്നു പരിപാടി. ഇപ്പോഴൊക്കെ എന്തോരം ചടങ്ങാ. ഇതുകൊണ്ടൊന്നും എനിക്ക് പ്രശ്നമില്ല കേട്ടോ, എൻ്റെ അമ്മയ്ക്കാണ് ഇതിനെല്ലാം പ്രശ്നം. അമ്മ എപ്പോഴും പറയും, എൻ്റെ ദൈവമേ, കാലം കൂടും തോറും ചെലവും ചടങ്ങും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. എൻ്റെ വീട്ടിൽ ഒരെണ്ണം വളർന്നു വരുന്നുണ്ടല്ലോ, ഇതിനൊരെണ്ണത്തെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. ഇപ്പോഴാണ് ഇത് വല്ല എള്ളോളം തരി കല്യാണവും കൊണ്ട് പോയിരുന്നെങ്കിലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ അമ്മ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും പോയില്ല. അമ്മ പറയുന്ന ആളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. പക്ഷെ ആരെ പറയണം എന്നുള്ള കാര്യം അത് ഞാൻ തീരുമാനിക്കും. അത് കൈ കടത്തണ്ട അതില്. അങ്ങനെ നിങ്ങൾ ആരും എന്നെ ഓർമ്മിപ്പിക്കാത്ത എന്താ? ഞാൻ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോയില്ലേ? ശേ.